ഹായ് ഹലോ ഫ്രണ്ട്സ്, TMT കിച്ചണിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ്. വേറെ ഒന്നുമല്ല, ഗ്രീൻ ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടിരുന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ? ആദ്യം നമുക്ക് ഒരു ജാറിലോട്ട് കുറച്ച് ബദാം ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പാണ്. പിസ്ത കയ്യിലുള്ളവർ കുറച്ച് പിസ്ത കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ചെറിയ ജീരകം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക്, ഒരു സ്പൂണ് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വലിയ പീസ് ഇട്ട് കൊടുക്കുമ്പം അരിയാൻ ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനൊരു 6 ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വെള്ളം ചേർക്കാതെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് 1/2 കപ്പ് പുതിന ഇലയാണ്. പുതിന ഇല 1/2 കപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം 1 കപ്പ് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം, ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. തരികളൊന്നും ഇല്ലാതെ ഇതുപോലെ നല്ല നൈസായിട്ട് കിട്ടണം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഇത് 1 കിലോ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിലോട്ട് നമുക്ക് ആദ്യം വേണ്ടത് തൈരാണ്. ഇതുപോലെ തൈര് എടുത്തിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. കട്ടത്തൈരൊക്കെ ആണെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അതിനുശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മസാലയാണ്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അരവ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് വേണ്ടുന്ന ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടുന്നത് ചെറുനാരങ്ങ നീരാണ്. ഒരു നാരങ്ങയുടെ പകുതി മതി, പകുതി എടുത്തു കൊടുക്കുന്നുണ്ട്. ആ പകുതി പിഴിഞ്ഞ് കൊടുക്കുക. ഇതിലോട്ട് നാരങ്ങയുടെ 2 കുരു അതിലോട്ട് പോയിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതിനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 മണിക്കൂറെങ്കിലും, മിനിമം 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഒരു പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അരിഞ്ഞു കൊടുക്കുമ്പോൾ ഇതുപോലെ നേരിയതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുക. അതായത് നമ്മൾ ബിരിയാണിക്കെല്ലാം വാട്ടിയെടുക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, ബ്രൗൺ കളറുള്ള, അതുപോലെയാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇതുപോലെ നമുക്ക് ഉള്ളി അരിഞ്ഞതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, കരിഞ്ഞു പോവാതെ നോക്കണം. ഇതുപോലെ നമുക്ക് എണ്ണയൊന്നും അധികം ആവശ്യമില്ല, ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിടാം. ഇനി നമുക്ക് ഇതേ പാനിലോട്ട് തന്നെ ആ എണ്ണയുടെ കൂടെ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലോട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ഇലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്തൊക്കെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കുറച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മസാല ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ മസാലയൊന്നും അധികം ആവശ്യമില്ല, മേലെയുള്ള ചിക്കൻ മാത്രം എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വെന്ത് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കണം.
അധികം വെന്ത് മൊരിഞ്ഞൊന്നും കിട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആ മസാല പിടിക്കുന്ന വിധത്തിൽ മാത്രം നമുക്കൊന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് വേപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ എനിക്ക് 2 പ്രാവശ്യം ചെയ്യേണ്ടി വന്നു. കുറച്ചുകൂടെ ചിക്കൻ ബാക്കിയുണ്ട്. ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഏത് പാത്രത്തിലാണോ കറി വയ്ക്കാൻ പോകുന്നത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ മസാല, ബാക്കിയുള്ള മസാല ഉണ്ടല്ലോ, അതെല്ലാം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണ്ടത് ആവശ്യത്തിന് വെള്ളം. നമുക്ക് എത്ര ഗ്രേവിയാണോ ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം നോക്കി ഇതിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചിലർക്കൊന്നും ഈ മല്ലിച്ചപ്പ്, പുതിനച്ചപ്പൊന്നും ഇഷ്ടമല്ലാത്തവരൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ കറി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലുള്ള ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഇതെല്ലാവരുടെയും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കാൻ വെക്കാം. കുറച്ചൊരു തിള വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, അത് കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ പകുതി ഉള്ളി നമുക്ക് ഇപ്പം ചേർത്ത് കൊടുക്കാം. ഇപ്പം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിപ്പിക്കാം. ഓക്കെ, കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. അടിക്ക് പിടിക്കാതെ നോക്കണം. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, നമ്മുടെ കറി അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ചേർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കുറച്ച് ഗരം മസാല ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഗരം മസാല ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ബാക്കി വെച്ചിരുന്ന ഉള്ളി, ആ ഉള്ളി കൂടി ഇപ്പോൾ ഇതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. എത്ര ഗ്രേവിയാണോ വേണ്ടുന്നത് അതിനനുസരിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ഗ്രീൻ ചിക്കൻ റെസിപ്പി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും ഇത്രയും സമയം കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ സന്തോഷം അറിയിക്കുന്നു. പിന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.